ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. നമ്മളിന്നിവിടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കേക്ക്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓൾ പർപ്പസ് ഫ്ലവർ 1.5 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബോയിലിംഗ് വാട്ടർ 1 കപ്പ്, ഷുഗർ 1 കപ്പ്, ഓറഞ്ച് ജ്യൂസ് 1 കപ്പ്, ഓറഞ്ച് സെസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, മുട്ട 3 എണ്ണം, വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, ക്രഷ്ഡ് കാഷ്യൂസ് 1/2 കപ്പ്, ഹോൾ കാഷ്യൂസ് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളത്, സോൾട്ട് 1/4 ടീസ്പൂൺ, ജാതിക്കാപ്പൊടി 1/2 ടീസ്പൂൺ, ഏലക്ക 1/2 ടീസ്പൂൺ, ഗ്രാമ്പു പൊടിച്ചത് 1/2 ടീസ്പൂൺ, കറുകപ്പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഇഞ്ചിപ്പൊടി 1/2 ടീസ്പൂൺ, റൈസിൻസ് 1/2 കപ്പ്, ഡേറ്റ്സ് 1/2 കപ്പ്, ചെറി 1/4 കപ്പ്, പ്രൂൺസ് 1/4 കപ്പ്, ടൂട്ടി ഫ്രൂട്ടി 1/2 കപ്പ്. ആദ്യം തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം കൂടി സോക്ക് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് റൈസിൻ, 1/2 കപ്പ് ഡേറ്റ്സ്, 1/4 കപ്പ് ചെറി, 1/4 കപ്പ് പ്രൂൺസ്, 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എന്നിവയിട്ട് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്യൂസോ വൈനോ ഒഴിച്ച് സോക്ക് ചെയ്യാവുന്നതാണ്. ഇത് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വയ്ക്കണം. ഓവർനൈറ്റ് സോക്ക് ചെയ്താൽ വളരെ നല്ലതാണ്. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് 1/2 കപ്പ് പഞ്ചസാര ഇതിലോട്ടിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വച്ച് ചൂടാക്കുക. ഇതിനി മെൽറ്റ് ആവുന്നത് വരെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കുക്ക് ചെയ്യുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. വളരെ സൂക്ഷിച്ച് നീങ്ങി നിന്നിട്ട് വേണം ഇതിലോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ പകുതി വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് പകുതി വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദപ്പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇഞ്ചിപ്പൊടി, ഗ്രാമ്പു പൊടിച്ചത്,
ജാതിക്ക പൊടിച്ചത്, ഏലക്കാപ്പൊടി, കറുകപ്പട്ട പൊടിച്ചത് എന്നിവയെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന മുട്ടകൾ പൊട്ടിച്ച് എഗ് വൈറ്റ്സും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കി എടുക്കുക. മുട്ടയുടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ആദ്യം ലോ സ്പീഡിൽ വെച്ചതിന് ശേഷം മാത്രമേ സ്പീഡ് കൂട്ടാവുള്ളൂ. എഗ് വൈറ്റ് നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ സോൾട്ടും കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിനി നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരു ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ബാക്കിയുള്ള 1/2 കപ്പ് ഷുഗർ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു സ്മൂത്ത് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ കുറേശ്ശെ ഒഴിച്ച് അടിച്ചെടുക്കുക. വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ഇട്ട് മിക്സ് ചെയ്യുക. എടുത്തു വച്ചിരിക്കുന്ന 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇതിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമലൈസ് ചെയ്ത പഞ്ചസാര സിറപ്പ് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഇതിലോട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇട്ട് സ്പാച്ചുല കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഒന്ന് മിക്സായി കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് ക്രഷ്ഡ് കാഷ്യൂസ് ഇട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന എഗ് വൈറ്റ് കുറേശ്ശെ ഇട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് കട്ടിയായിട്ട് പോകും. നമ്മുടെ കേക്ക് ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു കേക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനു വേണ്ടി പാനിൻ്റെ അടിയിൽ പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത പാനിലോട്ട് ഇതുപോലെ ബാറ്റർ ഒഴിച്ചെടുക്കുക. ഈ മിശ്രിതം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ബാറ്ററിൻ്റെ മുകളിലോട്ട് ഇതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ കാഷ്യൂസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
350 ° പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഈ ബാറ്റർ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഏകദേശം 45 തൊട്ട് 60 മിനിറ്റോളം ബേക്ക് ചെയ്യണം. കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 45 മിനിറ്റാണ് ബേക്ക് ചെയ്തത്. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് കേക്കിൻ്റെ മിഡിലോട്ട് കുത്തി നോക്കുക. ഇപ്പോൾ ടൂത്ത് പിക്കിൽ കേക്ക് മിക്സ് ഒട്ടിപ്പിടിക്കാതെ ക്ലീനായിട്ട് വന്നാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രൂട്ട് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി സെർവ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.